വിജയനഗറിൽ താമസിക്കുന്ന ഭാനുവിനെക്കുറിച്ചാണ് ഈ കഥ. ഗ്രാമത്തിൽ കിട്ടുന്ന ഏതൊരു ചെറിയ ജോലിയും ഭാനു ചെയ്യുമായിരുന്നു. പക്ഷേ 2 നേരത്തെ ആഹാരത്തിനല്ലാതെ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭാനുവിന്റെ ഭാര്യ സുമിത്ര അത്യാഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പം അവർക്ക് അസൂയ തോന്നും. എങ്ങനെയുണ്ട് എന്റെ പുതിയ സാരി? ബണ്ടിയുടെ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവിടെ പുതിയ സാരിക്കട തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടുന്ന് മേടിച്ചതാ. അത് കൊള്ളാവല്ലോ ചേച്ചി, നല്ല ഭംഗിയുണ്ട് കാണാൻ സാരി. ഈ സാരി വിജയനഗറില് ആരെടുത്തു ഉണ്ടോന്നുള്ളത് എനിക്ക് സംശയമാണ്. ആര് പറഞ്ഞു? ചന്തയില് 4 സ്ത്രീകൾ ഇതേ ഡിസൈനുള്ള സാരി ഇട്ടേക്കുന്നത് ഞാൻ കണ്ടല്ലോ. അല്ല, നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാ ഇത് മേടിച്ചത്? ഇതിനധികം വിലയൊന്നും കാണില്ല. ശരിയാ സുമിത്ര, ഇതിനധികം വിലയൊന്നുമില്ല. വളരെ കുറഞ്ഞ വിലയാ. നീ ഒരു 10-15 വർഷം പണം കൂട്ടിവെച്ചാ ഇതുപോലത്തെ ഒരു സാരി നിനക്ക് മേടിക്കാൻ പറ്റും. അല്ല സുമിത്ര, നീ ഇട്ടിരിക്കുന്ന സാരി നിന്റെ കല്യാണത്തിനിട്ടിരുന്നതല്ലേ? ദേഷ്യപ്പെട്ടു സുമിത്ര അവിടുന്ന് പോയി. പക്ഷെ സുമിത്രയുടെ ഈ ദേഷ്യമെല്ലാം ഭർത്താവായ ഭാനുവിനോട് കാണിക്കുമായിരുന്നു. ഇത്രയും പണമുള്ളോ? ഈ പണം കൊണ്ട് ഈ വീട് മുഴുവനും ഞാൻ എങ്ങനെ നോക്കാനാ? എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യും. ഇപ്പോ ഞാൻ സമ്പാദിക്കുന്ന പണമൊക്കെ നിന്റെ കയ്യിലല്ലേ കൊണ്ടുവന്ന് തരാറുള്ളത്. അതെ അതെ, ഉപകാരം ചെയ്തതല്ലേ. ആഭരണം മേടിക്കുന്ന വീട് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഒരു സാരി മേടിച്ചു തന്നിട്ടുണ്ടോ? മതി, ഇനിയൊന്നും കേക്കണ്ട എനിക്ക്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നല്ല വില കൂടിയ ഒരു സാരി നിങ്ങൾ എനിക്ക് മേടിച്ചു തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും. സത്യമാണോ? ഇത്രയും സന്തോഷിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത്രയും വലിയ ശിക്ഷയോ? നിക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവരോട് ഇങ്ങോട്ട് വരാൻ പറയരുത്. ആരും എനിക്ക് പണം കടമായിട്ട് തരാൻ തയ്യാറല്ല. പണത്തിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ സാരി മേടിക്കും? എനിക്ക് സാരി മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ അമ്മ ഇങ്ങോട്ട് വരും, എന്നെ അവരൊരു പരുവാക്കും. അങ്ങനെ സംഭവിക്കരുത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോഴാ ഓർമ്മ വന്നത്. വീടിന്റെ ഗോഡൌണിനകത്ത് ഒരുപാട് പഴയ സാധനങ്ങളുണ്ട്. അതിന്ന് കുറച്ച് സാധനങ്ങളെടുത്ത് വിൽക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പണം കിട്ടും. അതുകൊണ്ട് സുമിത്രയ്ക്ക് പുതിയ സാരിയും മേടിച്ചു കൊടുക്കാം. ഇതെന്തായാലും ഒരു നല്ല ഐഡിയ തന്നെയാ. എന്തായാലും തക്ക സമയത്ത് ഇത് തോന്നിയല്ലോ. ഭാനു ധൃതി പിടിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് അന്വേഷിക്കാൻ നേരെ ഗോഡൌണിലേക്ക് പോയി. വല്ലാത്ത കഷ്ടം തന്നെ. മുത്തശ്ശന്റെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വിൽക്കാൻ മാത്രം ഇവിടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ആവോ? ഇത് വിറ്റിട്ട് കുറഞ്ഞതൊരു സാരി മേടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമോ എന്തോ. എങ്ങനെയെങ്കിലും സാരി മേടിച്ചേ പറ്റൂ. പക്ഷേ ഇതിപ്പോ എങ്ങനെ എടുത്തോണ്ട് പോവും? എന്തായാലും അതിനുള്ള ഐഡിയ കിട്ടി. അയ്യോ, എന്താ ഇത്? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ കണ്ടത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ? ഒരിക്കലുമല്ല. ഇത് സ്വപ്നമല്ല, സത്യം തന്നെയാ. എന്തിനും ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കാം. അത്ഭുതം തന്നെ. ഇതൊരു മാന്ത്രിക പെട്ടിയാണെന്ന് തോന്നുന്നു. കൊള്ളാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ഏതൊരു സാധനത്തെയും ഇരട്ടിയാക്കാൻ പറ്റും. ഇത് സുമിത്രയെ കൊണ്ടുപോയി കാണിക്കാം. സുമിത്രേ, സുമിത്രേ, ഒന്ന് വേഗം വന്നേ. എന്താ? എന്തിനാ ഒച്ചയിടുന്നേ? ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അത് നീ കേട്ട് കഴിയുമ്പോ നീ തുള്ളിച്ചാടാൻ തുടങ്ങും. അതെയോ? അപ്പോ നിങ്ങൾ എനിക്ക് സാരി മേടിച്ചു കൊണ്ടുവന്നു? സാരി എന്തൊന്നും വലിയ സാരി? ഒരു സാരിയല്ല, ഒരു സാരി കട തന്നെ ഞാൻ നിനക്ക് മേടിച്ചു തരാം. ഞാൻ കാലത്ത് നിന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നിരുന്നില്ലേ, അത് പെട്ടെന്ന് എനിക്ക് തിരിച്ചതാ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു. ഇനി എണ്ണി പെറുക്കിയെടുത്താൽ അതിനകത്ത് 100 രൂപ കാണും. അതുകൊണ്ടൊന്നും കിട്ടാനും പോകുന്നില്ല. ഭാനു സുമിത്രയുടെ കയ്യിന്ന് 100 രൂപ വാങ്ങി ആ പെട്ടിക്കകത്തിട്ടു. എന്നിട്ട് പിന്നെ ആ 100 രൂപ 2ആയിട്ട് മാറി. എന്റെ ദൈവമേ, എന്തായി കാണുന്നേ? നമുക്ക് വലിയ പണക്കാരാകാൻ കഴിയും. ഇതൊരു മാന്ത്രിക പെട്ടിയാ.
ഇതിനകത്ത് എന്ത് സാധനം കൊണ്ടുവന്ന് വെച്ചാലും അത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ദേ നോക്കിക്കേ. ഭാനു ഇങ്ങനെ ഓരോ 100 രൂപ നോട്ട് അതിനകത്തിട്ട് ഇരട്ടി പണം പെട്ടിക്കകത്തുനിന്ന് എടുത്തു. അവസാനം അയാളുടെ കയ്യില് ഒരുപാട് പണമുണ്ടായി. എന്റെ ദൈവമേ, ഏതെങ്കിലും ഒരു വാതില് തുറക്കുമെന്ന് അറിയാമായിരുന്നു. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇതിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ഇത്രയും നാളുകൊണ്ട് എനിക്ക് പറ്റാത്തത് ഇന്ന് എനിക്ക് പറ്റും. അല്ല, ഞാൻ പറയട്ടെ, ഇനി എന്തിനാ നിങ്ങൾ പണിയെടുക്കാൻ പോകുന്നേ? നമുക്കിനി വീട്ടിലിരുന്ന് ആവശ്യമുള്ള സാധനം മേടിപ്പിക്കാമല്ലോ. അല്ല സുമിത്ര, നമുക്ക് ഈ മാന്ത്രിക പെട്ടിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിനെക്കുറിച്ച് പുറത്താർക്കും അറിയാൻ പാടില്ല കേട്ടോ. ആളുകൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറും. നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മാത്രം മതി. ഭാനു സുമിത്രയോട് അയാളുടെ പദ്ധതി പറഞ്ഞു. ഭാനു പറഞ്ഞതുകൊണ്ട് സുമിത്ര ചന്തയിൽ വന്നു. എന്നിട്ട് ഓരോ തരത്തിലെ പഴവും പച്ചക്കറിയും വാങ്ങി തിരിച്ചു വീട്ടിൽ വന്നു. ഭാനു ഈ പഴങ്ങളെ അത്ഭുത പെട്ടിക്കകത്തിട്ട് ഇരട്ടിയാക്കി. പെട്ടി നിറച്ച് പഴങ്ങളും പച്ചക്കറിയാകുമ്പോ വേറെ ഒരു നഗരത്തിൽ കൊണ്ടുപോയി അതിനെ വിൽക്കുമായിരുന്നു. ഈ വ്യവസായം കൊണ്ട് ഭാനുവിന് ഒരുപാട് ലാഭമുണ്ടായി. എന്നിട്ട് ഈ ലാഭം കൊണ്ട് അയാള് പതുക്കെ അയാളുടെ നില മെച്ചപ്പെടുത്തി. പക്ഷെ എന്നാലും അയാളുടെ അയൽക്കാർക്ക് അയാളുടെ ഉയർച്ചയിൽ സംശയമുണ്ടായിരുന്നു. സുമിത്ര ഒരു പണക്കാരിയായി. എന്നാലും മറ്റ് സ്ത്രീകൾ അവരെ അപമാനിച്ചത് അവരിതുവരെയും മറന്നിട്ടില്ല. ഇവർ രണ്ടുപേരോ നമ്മുടെ കയ്യിൽ പണമില്ലാതിരുന്നപ്പോ എന്നെ നാണം കെടുത്താൻ കിട്ടിയ ഒരു അവസരം പോലും വെറുതെ വിട്ടിട്ടില്ല. അവരവരുടെ ജീവിതകാലം മുഴുവനും മറക്കാതിരിക്കാൻ ഒരു പാഠം ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അല്ല ചേച്ചി, നിങ്ങൾക്ക് സുഖമാണോ? ഞങ്ങൾക്ക് സുഖാണ് സുമിത്ര. അല്ല, ഒരു കാര്യം പറഞ്ഞ്, ഈയിടെയായി നിന്നെ കാണാനില്ലല്ലോ. അല്ല ചേച്ചി, അങ്ങനൊന്നുമില്ല. അല്ല, ഈ സാരി എന്ത് വിലയ്ക്കായിരുന്നു വാങ്ങിയത്? അല്ല, ഈ സാരിക്ക് നല്ല വിലയുണ്ട്. എന്നാലും ഇത് വാങ്ങാനുള്ള പണം നിന്റെ കയ്യിലുണ്ടല്ലോ. അല്ല ചേച്ചി, ഇത് എനിക്ക് വേണ്ടിയല്ല മേടിക്കേണ്ടത്. എന്റെ വീട്ടില് വേലക്കാരിയുണ്ടല്ലോ, അവൾക്ക് കൊടുക്കാനാ. ഞാൻ ഇതുപോലത്തെ സാരി എന്റെ വീട്ടില് തുടയ്ക്കാൻ പോലും ഉപയോഗിക്കാറില്ല. സാരമില്ല, എന്ത് വിലയാണെങ്കിലും നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ വില കുറവായിരിക്കും. ആ പാവത്തിന് 2-3 മേടിച്ചു കൊടുത്തേക്കാം. സുമിത്ര അപമാനിച്ചു വിട്ട ദേവ്യാനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. അവൾ ആരാണെന്നാണ് സുമിത്രയുടെ വിചാരം? അവള് പറയുന്നത് ഞാൻ ഉടുക്കുന്ന സാരി അവളുടെ വീട്ടിലെ വേലക്കാരി ഉടുക്കുമെന്ന് പോലും. അവളുടെ കൈ പണം വന്നപ്പം അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവരിത്രയ്ക്ക് വലിയ പണക്കാരായതിന്റെ പുറകിലെ എന്തോ രഹസ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണെന്ന് ഞാൻ ഇന്നത് കണ്ടുപിടിക്കും. ദേവ്യാനിയും അവരുടെ ഭർത്താവും ചേർന്ന് സുമിത്രയുടെ വീട്ടില് ആരും അറിയാതെ ചെല്ലുന്നു. ഭാനു അത്ഭുത പെട്ടിക്കകത്ത് സാധനങ്ങൾ വെച്ച് ഇരട്ടിയാക്കുന്നുണ്ടായിരുന്നു. ദേവ്യാനി ഭർത്താവും അത് ജനലിക്കൂടെ കണ്ടു. ദേവ്യാനി അവരുടെ രഹസ്യം മനസ്സിലാക്കി. ദേവ്യാനി ഇന്ന് രാത്രി ആ അത്ഭുത പെട്ടിയെ മോഷ്ടിക്കുമെന്ന് തീരുമാനിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ദേവ്യാനി അവരുടെ ഭർത്താവിനോടൊപ്പം ആരും അറിയാതെ സുമിത്രയുടെ വീട്ടിനകത്ത് കയറി. അത്ഭുത പെട്ടി വെച്ചിരിക്കുന്ന മുറിക്കകത്തേക്ക് അവര് വന്നു. എത്തിയപ്പോ ദേവ്യാനി അത്ഭുത പെട്ടി തുറന്നു. ആരാണ്ട് നടക്കുന്ന ഒച്ച കേട്ടപ്പോ ഭാനുവിന്റെയും സുമിത്രയുടെയും ഉറക്കം തെളിഞ്ഞു. ആരാത്? ഭാനുവിന്റെ ഒച്ച കേട്ടപ്പോ രമൻ പേടിച്ച് പുറകെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോ രമന്റെ കൈ തട്ടി ദേവ്യാനി പെട്ടിക്കകത്ത് വീണു. ദൈവമേ, ഇതെന്താ ഇത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക? ഞങ്ങൾ നിന്റെ മാന്ത്രിക പെട്ടി മോഷ്ടിക്കാൻ വന്നതാ. പക്ഷേ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്നറിയില്ലായിരുന്നു. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? സുമിത്രയെ പറ്റിക്കാമെന്ന് വിചാരിച്ചതാ, അത് അബദ്ധമായി പോയി. എന്റെ ദൈവമേ, എന്താ വായി നോക്കി നിക്കുന്നേ? ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത്. വഴി കണ്ടെത്താണോ? ഇയാളുടെ വീട്ടിലെ ചെറിയൊരു പ്രശ്നം പോലും തീർക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ഭാനു, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ചേട്ടത്തി, ഇത് നിങ്ങളുടെ പെട്ടിയല്ലേ? നിങ്ങൾ തന്നെ എടുത്തോളൂ. ഈ രഹസ്യം ഞാൻ ആരോടും പറയില്ല. ആദ്യം എന്നെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഒരു ഭാര്യയെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
അങ്ങനെയുള്ളപ്പോഴാ 2 എണ്ണം. രമൻ സമ്മതിച്ചപ്പോ ഭാനു അവനെ തള്ളിയിട്ടു. രമൻ പെട്ടിക്കകത്തു വീണു. എന്താ നിങ്ങൾ ഈ ചെയ്തേ? ഭാനുവിന്റെ ഈ പദ്ധതി ശരിയായിരുന്നോ? എന്നിട്ട് പെട്ടിക്കകത്തുനിന്ന് 2 രമൻ പുറത്തു വന്നു. അത്ഭുത പെട്ടി ഉപയോഗിക്കുന്നതിന്റെ പാഠം എല്ലാവരും പഠിച്ചു. ഭാനു പെട്ടിയെ പൂട്ടി. എന്നിട്ടതിനെ ഇനി ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചു. മായാപുരി എന്നൊരു ഗ്രാമത്തിൽ ബൽദേവ് എന്നൊരു സാമർത്ഥ്യക്കാരൻ ഉണ്ടായിരുന്നു. അവൻ പലപ്പോഴും ഗ്രാമത്തിലെ ആൾക്കാരെ സഹായിക്കുമായിരുന്നു. ഇതാ മുത്തശ്ശ, പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. ദാ ബാക്കി പൈസയുണ്ട്. എന്റെ മോനെ, ബാക്കി പൈസ നീ തന്നെ അങ്ങ് എടുത്തോ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. വേണ്ട മുത്തശ്ശ, ഞാൻ സമ്പാദിക്കുന്ന പൈസ തന്നെ എനിക്ക് ധാരാളം മതി. ഈ പൈസ മുത്തശ്ശന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് ഗ്രാമത്തില് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആൾക്കാര് വിഷമത്തിലായിരുന്നു. ബൽദേവ് ഇപ്പോഴും എല്ലാരെയും സഹായിക്കുന്നുണ്ടായിരുന്നു. ചെറിയമ്മേ, നനയല്ലേ, കൊടയിൽ വന്ന് നിൽക്ക്. ഞാൻ നിങ്ങളെ എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടാക്കാം. 4 ദിവസമായി, പക്ഷേ മഴ നിൽക്കുന്നില്ല. അതുമാത്രമല്ല, കൊടുങ്കാറ്റുമുണ്ടായിരുന്നു. ഓ എന്റെ ദൈവമേ, ഞങ്ങളെ എല്ലാം രക്ഷിക്കണേ. ഒരു വീട്ടില് പ്രായമായ സ്ത്രീ കുടുങ്ങി. അവരുടെ വീട്ടിനകത്ത് വെള്ളം കയറി. അവരെ സഹായിക്കാൻ ആരും മുന്നിലേക്ക് വന്നില്ല. പക്ഷേ അപ്പോഴാണ് ബൽദേവ് അവരെ സഹായിക്കാൻ എത്തിയത്. ഒരു പഴയ വാതിൽ തടി ഒരു വള്ളം പോലെ ഉപയോഗിച്ചു. എന്നിട്ട് വേറൊരു തടി ഉപയോഗിച്ച് വള്ളം തുഴഞ്ഞു. കുട്ടികളെ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക്. ബൽദേവ് ആ പ്രായമായ സ്ത്രീയെ സഹായിച്ചു. നീ നന്നായിട്ട് വരും മോനെ. ആരും എന്നെ സഹായിച്ചില്ല. എന്നെ സഹായിക്കാൻ നീ മാത്രമേ വന്നുള്ളൂ. നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എന്നും കാണും മോനെ. ബൽദേവ് ആ പ്രായമായ സ്ത്രീയെ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയപ്പോ ആ പ്രായമായ സ്ത്രീ ബൽദേവിനെ തടഞ്ഞു. അവിടെ നിൽക്ക് മോനെ, ഇത് വാങ്ങിച്ചോ. അല്ല, എന്താ ഇത്? ഇതൊരു അത്ഭുത കല്ലാണ്. ഈ കല്ല് നിന്റെ ഭാഗ്യം മാറ്റും. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കും. നീ ജീവിതകാലം മുഴുവനും സന്തോഷമായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് പ്രായമായ സ്ത്രീ മാഞ്ഞുപോയി. ബൽദേവ് ഞെട്ടി. പ്രായമായ സ്ത്രീ അവിടെങ്ങും കാണുന്നില്ല. ഇതെല്ലാം ഒരു സ്വപ്നമാണെന്നാണ് അവന് തോന്നിയത്. പക്ഷേ അവന്റെ കയ്യില് ഇപ്പോഴും ആ അത്ഭുത കല്ലുണ്ടായിരുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഗ്രാമത്തിലെ വെള്ളമെല്ലാം പോയി. ബൽദേവും നാട്ടുകാരെല്ലാവരും തിരിച്ചു വീട്ടിലെത്തി. ബൽദേവ് ഇപ്പോഴും ആ കല്ലിനെയും പ്രായമായ സ്ത്രീയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ കല്ലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അങ്ങനെ ഈ കല്ലിൽ എന്ത് ശക്തിയായിരിക്കും ഉണ്ടാവുക? ആ മുത്തശ്ശി ഇതവിടെ പോയി. അപ്പോഴാണ് ബൽദേവിന് ലഡുവിന്റെ മണം വന്നത്. ആരോ നല്ല രുചിയുള്ള ലഡു ഉണ്ടാക്കാണെന്ന് തോന്നുന്നു. അതില് കുറച്ച് എനിക്കും കിട്ടിയാൽ മതിയായിരുന്നു. അടുത്ത നിമിഷം തന്നെ അവന്റെ വീട്ടിലെ വാതിൽ ആരാണ്ട് തട്ടുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി ലഡുവുമായിട്ട് അവിടെ നിൽക്കുന്നു. ഈ ലഡു മമ്മി നിങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഇന്നാ ഇത് കഴിച്ചോളൂ. ലഡു കണ്ടപ്പം ബൽദേവ് ഒരുപാട് സന്തോഷിച്ചു. വേറെ ഒന്നും ചോദിക്കാതെ അവൻ അതിനകത്ത് ലഡു എടുത്ത് കഴിച്ചു. എന്നിട്ട് ആ കൊച്ചുകുട്ടി അവിടുന്ന് പോയി. ഏയ് മോളെ. പക്ഷെ ആ കൊച്ച് അവിടുന്ന് പോയി കഴിഞ്ഞു. ഈ ലഡു ആരാണ് കൊടുത്തയച്ചെന്ന് ചോദിക്കാൻ മറന്നല്ലോ. ശരി, അടുത്ത തവണ ചോദിക്കാം. അടുത്ത ദിവസം ബൽദേവ് മറ്റേ കുട്ടികളോട് ചോദിച്ചു. അവൾക്കൊരു 8-9 വയസ്സ് കാണും. സുന്ദരി കുട്ടിയായിരുന്നു. കണ്ണുകൾക്ക് നീല നിറമായിരുന്നു. ആരാ അവള്? അങ്ങനെ ഒരു പെൺകുട്ടി ഈ ഗ്രാമത്തിൽ ഇല്ലല്ലോ. ഒരുപക്ഷെ നിനക്ക് അവളെ അറിയാഞ്ഞിട്ടായിരിക്കും. ബൽദേവ് ആ കൊച്ചിനെ കുറിച്ച് മറ്റേ ആൾക്കാരോട് ചോദിച്ചന്വേഷിച്ചു. പക്ഷെ ആർക്കും ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഈ സംഭവത്തെ ബൽദേവ് മറന്നുപോയി. പെട്ടെന്നൊരു ദിവസം ബൽദേവിന്റെ ശ്രദ്ധ ആ കല്ലിലേക്ക് പോയി. ആ മുത്തശ്ശി പറഞ്ഞതാ,
ഇതൊരു മാന്ത്രിക കല്ലാണെന്ന്. ഇതിൽ എന്ത് മാന്ത്രികതയാ ഉണ്ടാവുക? ആ സമയത്ത് അവന്റെ വീട്ടില് പ്രായമായ മനുഷ്യൻ കരഞ്ഞോണ്ട് വന്നു. എന്താ മുത്തശ്ശ, എന്തിനാ കരയുന്നേ? എന്റെ പശുവിനെ ആരോ മോഷ്ടിച്ചു. ഇനി ഞാൻ എങ്ങനെ എന്റെ കുടുംബം പോറ്റും? വിഷമിക്കേണ്ട മുത്തശ്ശ, മുത്തശ്ശന്റെ പശുവിനെ എന്തായാലും തിരിച്ചു കിട്ടും. ഈ സമയത്തും ആ അത്ഭുതക്കല്ല് ബൽദേവിന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് അവര് പശുവിന്റെ ഒച്ച കേട്ടത്. രണ്ടുപേരും പുറത്തേക്ക് വന്നു. ഇത് നിങ്ങളുടെ പശുവാണോ? കാട്ടിൽ നിൽക്കുന്ന കണ്ടതാ. പ്രായമായ മനുഷ്യൻ പശുവിനെ കെട്ടിപ്പിടിച്ചു. പശുവിനെ തിരിച്ചു കൊണ്ടുവന്ന ആളെ ബൽദേവ് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ മനുഷ്യൻ നടന്നുകൊണ്ടിരുന്നപ്പം മാഞ്ഞുപോയി. ഇത് കണ്ട് ബൽദേവ് ഞെട്ടി. അവനൊന്നും മനസ്സിലായില്ല. കുറെ നേരം ബൽദേവ് ആ പ്രായമായ സ്ത്രീ, ആ കൊച്ചുകുട്ടി, എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നു. പിന്നാണ് അവന് മനസ്സിലായത്. ശരിക്കും ഇതൊരു മാന്ത്രിക കല്ല് തന്നെയാ. അന്ന് ലഡ്ഡു കൊണ്ടുവന്ന ആ കൊച്ചു പെൺകുട്ടി, പശുവിനെ തിരികെ കൊണ്ടുവന്നയാള്, ഇവരൊന്നും യഥാർത്ഥ ആളുകളല്ലേ? ഈ കല്ല് എന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുമോ? എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ മഴ പെയ്യണം. ഇനിയെന്താ? പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അല്ല, ഇത് മഴക്കാലമല്ലല്ലോ, പിന്നെന്താ മഴ പെയ്യുന്നത്? മഴ കണ്ടപ്പോ ബൽദേവ് ഒരുപാട് സന്തോഷിച്ചു. അവൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ബൽദേവ് ആ കല്ലിനോട് ചോദിച്ചു. ആഹാരം, തുണി, പണം, ബൽദേവ് ആഗ്രഹിച്ചതെല്ലാം ആരെങ്കിലും ഒരാള് വന്ന് അത് അവന്റെ കൈ കൊടുത്തിട്ട് പോകുമായിരുന്നു. ബൽദേവിന് സംഭവിച്ച ഈ മാറ്റം ഗ്രാമത്തിലെ സമ്പന്നന് ഇഷ്ടമായില്ല. ബൽദേവിന്റെ രഹസ്യം അറിഞ്ഞേ പറ്റൂന്ന് അയാള് തീരുമാനിച്ചു. അതുകൊണ്ട് അയാൾ ഒരു ദിവസം ബൽദേവിന്റെ വീട്ടിലെ ജനലിൽ കൂടെ എത്തി നോക്കി. എനിക്ക് ബീഡ കഴിക്കണം. അപ്പോഴാണ് വീടിന്റെ അടുത്ത് ഒരാള് മുറുക്കാനുമായിട്ട് അവിടെ എത്തിയത്. അയാൾ ബൽദേവിന് മുറുക്കാൻ കൊടുത്തു. ഇത് കണ്ടപ്പോ ആ സമ്പന്നന് വിശ്വസിക്കാൻ പറ്റിയില്ല. ശ്രദ്ധിച്ചു നോക്കിയപ്പോ ബൽദേവിന്റെ കയ്യിലിരിക്കുന്ന അത്ഭുത കല്ല് തിളങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം ആ മാന്ത്രിക കല്ലാണല്ലേ? അന്ന് രാത്രി ബൽദേവ് നല്ല ഉറക്കത്തിലായിരുന്നപ്പം സമ്പന്നൻ ആ അത്ഭുത കല്ല് മോഷ്ടിച്ചു. അയാൾ ആ കല്ലും കൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആഗ്രഹിച്ച് ഒരു കാര്യം ചോദിച്ചു. എനിക്കിപ്പോ ധാരാളം സ്വർണം വേണം. അപ്പോഴാണ് സമ്പന്നന്റെ വീട്ടില് ഒരു സുന്ദരിയായ സ്ത്രീ കലത്തിനകത്ത് സ്വർണ്ണ നാണയവുമായിട്ട് വന്നത്. സ്ത്രീ ആ കലം സമ്പന്നന്റെ മുമ്പിൽ വെച്ചു. അയാൾക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അയാൾ ആ കലത്തിൽ കൈവച്ചപ്പം സ്വർണമെല്ലാം ഒരു സർപ്പമായിട്ട് മാറി. ആ സർപ്പം സമ്പന്നന്റെ പുറകെ കൂടി. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ! അയാള് നാട്ടില് മുഴുവനും അവിടെ എവിടെയും ഓടി. പക്ഷെ ആ സർപ്പം അയാളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അവസാനം അയാൾ ബൽദേവിന്റെ അടുത്തെത്തി. എന്നിട്ട് ബൽദേവിന്റെ കാൽ പിടിച്ചു. എന്നിട്ട് അയാൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച് ആ കല്ല് ബൽദേവിന് തിരിച്ചു കൊടുത്തു. അനിയ, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം! ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. പാമ്പോ? ഏത് പാമ്പ്? ആ കല്ല് ബൽദേവിന്റെ കയ്യിൽ വന്നപ്പം സർപ്പം അവിടുന്ന് മാഞ്ഞുപോയി. അപ്പോഴാണ് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായത്. ആ അത്ഭുത കല്ല് ബൽദേവിന് മാത്രമുള്ളതാണ്, വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന്റെ കാരണം ബൽദേവിന്റെ മനസ്സിലെ നന്മയാണ്. കല്ല് മുഖേന ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാവരും പറയുന്നത്, നന്മ ചെയ്ത നല്ലതേ വരൂ. അജ്മീർ എന്ന സ്ഥലത്ത് സ്വാതി എന്ന പെൺകുട്ടി അവളുടെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് സ്വാതിയുടെ അച്ഛൻ മരിച്ചുപോയത്. അതിനാൽ വീടിന്റെ ഉത്തരവാദിത്വം മുഴുവനും സ്വാതിയും അവളുടെ അമ്മയുമാണ് നോക്കേണ്ടിയിരുന്നത്. മുൻപൊക്കെ സ്വാതിയുടെ അമ്മ ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ പ്രായാധിക്യം മൂലവും അസുഖം ബാധിച്ചതുകൊണ്ടും ഇപ്പോൾ അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ദിവസം സ്വാതി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് റേഷൻ സാധനങ്ങളും തീരാറായിരിക്കുന്നു. നമുക്കൊരു ആടിനെ വാങ്ങിച്ചാലോ? അതിന്റെ പാല് വിറ്റ് നമുക്ക് ജീവിക്കാമല്ലോ. പക്ഷേ സ്വാതി, നമുക്കൊരു ആടിനെ വാങ്ങിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ. അമ്മേ, എന്റെ അടുത്തൊരു സ്വർണവളയുണ്ട്. അത് വിറ്റിട്ട് നമുക്കൊരു ആടിനെ വാങ്ങിക്കാം. വേണ്ട സ്വാതി, നമ്മുടെ അടുത്ത് അത് മാത്രമല്ലേ ഉള്ളൂ. അതും കൂടി വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. അത് നിന്റെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാ. സാരമില്ലമ്മേ, നമുക്കൊരു വള കുറെ കഴിഞ്ഞ് വാങ്ങിക്കാമല്ലോ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ആടിനെയാണ് വേണ്ടത്. അജ്മീർ എന്ന സ്ഥലത്ത് എല്ലാ തിങ്കളാഴ്ചയും ഒരു ചന്ത നടക്കുമായിരുന്നു. സ്വാതിയുടെ അമ്മ സ്വാതിയുടെ വള വിറ്റ് ഒരാട്ടിൻകുട്ടിയെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ ആട്ടിൻകുട്ടിയെ കണ്ട ഉടനെ സ്വാതിക്ക് വളരെ സന്തോഷമായി. ആടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടമ്മേ.
ഇന്നു മുതൽ ഞാൻ ഈ ആടിനെ ചിൻമുൻ എന്ന് വിളിക്കും. ദിവസം മുഴുവനും സ്വാതി ആ ആട്ടിൻകുട്ടിയുടെ കൂടെ കളിക്കുമായിരുന്നു. ചിൻമുൻ വളരെ കുസൃതിയായിരുന്നു. തക്കം നോക്കി ആ ചിൻമുൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങും. സ്വാതിയുടെ വീടിന്റെ പിറകുവശത്തായി ഒരു ജമീന്ദാറും അയാളുടെ മകൻ പുനീതും താമസിച്ചിരുന്നു. അയാൾ ആത്മപ്രശംസ ചെയ്യുന്നവനും സ്വാർത്ഥനുമായിരുന്നു. കൂടാതെ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെയെല്ലാം ശല്യം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ സ്വാതിയെ കണ്ടു. സ്വാതിയുടെ സൗന്ദര്യം കണ്ട് അവൻ മതിമറന്നുപോയി. പിന്നീട് എപ്പോൾ നോക്കിയാലും അവൻ സ്വാതിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അവൻ സ്വാതിയുടെ വഴി തടഞ്ഞു. അപ്പോൾ സ്വാതി എന്തിനാണ് ഇങ്ങനെ ഇൻഡീസെന്റായി നടക്കുന്നതെന്ന് ചോദിച്ചു. എന്തുകൊണ്ട് എന്റെ വഴി തടഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് പോണം. മാഡം, ഇൻഡീസെന്റ് ആയിട്ട് ഞാൻ എപ്പോഴാ നടന്നത്? ഇൻഡീസെന്റ് എന്താണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. അവൻ സ്വാതിയെ തൊടാൻ ശ്രമിച്ചപ്പോൾ സ്വാതിയുടെ ചിൻമുൻ അങ്ങോട്ട് വന്നു. വന്നിട്ട് പുനിതിനെ തൊഴിക്കാൻ തുടങ്ങി. പുനിതിനും ദേഷ്യം വന്നു. അവനും ചിൻമുന്നെ തിരിച്ചു തൊഴിച്ചു. എന്നിട്ട് അവൻ അവിടുന്ന് പോയി. ചിൻമുന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം സ്വാതി കുറെ നേരം കരഞ്ഞു. സ്വാതി ചിൻമുന്നിന്റെ മുതുകിൽ തലോടി കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ചിൻമുൻ, നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? അയാള് നിന്നെ ഒരുപാട് അടിച്ചു അല്ലേ? ചിൻമുന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വാതി പറഞ്ഞു. ചിൻമുൻ, ഇന്ന് നീ എനിക്കൊരു വലിയ സഹായമാണ് ചെയ്തത്. അവന്റെ അടുത്തുനിന്ന് നീ എന്നെ രക്ഷിച്ചു. ആ സമയത്താണ് ചിൻമുന്നിന്റെ കാലിൽ മുറിവ് പറ്റിയിരിക്കുന്നത് സ്വാതി കണ്ടത്. എന്റെ ദൈവമേ, നിനക്ക് മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. സ്വാതി അതിന്റെ കാലിൽ മരുന്നുവെച്ച് കെട്ടി. അതിനുശേഷം ഒരു കുറ്റി എടുത്തുകൊണ്ടുവന്ന് ചിൻമുന്നെ അതിലിൽ കെട്ടിയിട്ടു. എന്നിട്ടവൾ ചിൻമുന്നോട് പറഞ്ഞു, ഇന്ന് നീ എനിക്ക് വേണ്ടി ഒരുപാട് തല്ലുകൊണ്ടു. ഇനി നീ വീട്ടിലിരുന്നാ മതി. ഇനി മുതൽ ഞാൻ കാരണം നിനക്കൊന്നും സംഭവിക്കരുത് ചിൻമുൻ. കുറെ ദിവസത്തിനു ശേഷം സ്വാതിയുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ വന്നു. ആ കത്ത് വായിച്ച സ്വാതിയുടെ മനസ്സ് വേദനിച്ചു. എന്താ സ്വാതി, ആരുടെ കത്താ അത്? നീ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? അമ്മേ, ഇത് വല്യമ്മയുടെ കത്താ. അവർക്ക് അസുഖമാണെന്ന്. അവരുടെ മകനും മരുമകളും പുറത്തു പോയിരിക്കുകയാണെന്ന്. നമ്മൾ ഇന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് പോകണം. സ്വാതിയും അവളുടെ അമ്മയും അങ്ങോട്ടു പോകാൻ തയ്യാറായി. പിന്നീട് ചിൻമുന്റെ അടുത്ത് വന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞു. ചിൻമുൻ, ഞങ്ങള് 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. നീ പുറത്ത് എവിടെയും പോകരുത്. വെള്ളവും പുല്ലും ഒക്കെ ഇവിടെ നിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും യാത്രയായി. അവർ പോയതിനു ശേഷം ചിൻമുൻ ആ കുറ്റി പറിച്ചെടുത്ത് കളഞ്ഞ് ഗ്രാമം ചുറ്റിക്കാണാൻ ഇറങ്ങി. അപ്പോഴാണ് പുനീത് അതുവഴി വന്നത്. അവൻ ചിൻമുന്നെ കണ്ടു. കണ്ടപ്പോൾ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ചിൻമുൻ അവനെ തൊഴിച്ചത്, അവന്റെ കാര്യം സാധിക്കാൻ അനുവദിക്കാത്തത് എല്ലാം ഓർമ്മ വന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ അവന് ചിൻമുന്നോട് വെറുപ്പ് തോന്നി. സ്വാതിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൻ മനസ്സിൽ കരുതി. അവൻ കാർ വേഗത്തിൽ ഓടിച്ചു വന്ന് ചിൻമുന്നെ ഇടിച്ചു. ചിൻമുൻ അവിടെ തന്നെ വീണ് ചത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാതിയും അവളുടെ അമ്മയും വീട്ടിൽ തിരിച്ചെത്തി. വന്നു നോക്കിയപ്പോൾ ചിൻമുന്നെ അവിടെ കണ്ടില്ല. അവർ ഗ്രാമം മുഴുവനും തിരക്കി നോക്കി. നിരാശരായ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് തിരക്കി. അങ്കിൾ, നിങ്ങൾ എന്റെ ആട് ചിൻമുന്നെ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ എന്തു പറയാനാ? അയാൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. അങ്കിൾ, എന്റെ ചിൻമുന്നെ എന്താ പറ്റിയത്? പ്ലീസ് പറയൂ, ദയവ് ചെയ്ത് പറയൂ അങ്കിൾ. നിന്റെ ആടിന് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുക. ആക്സിഡന്റോ? എവിടെ? എപ്പോ? എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് പറയൂ അങ്കിൾ. ആ ജമീന്ദാറിന്റെ മോന്റെ കാർ ഇടിച്ചതാ. നിന്റെ ആട് അവിടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ജമീന്ദാറിന്റെ മകന്റെ കാർ അവിടേക്ക് വന്നത്. ആ കാർ ഇടിച്ച് നിന്റെ ആട് ചത്തുപോയി. ഇത് കേട്ട സ്വാതി പെട്ടെന്ന് അവിടെ നിന്നും ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ഓടി. അവളുടെ പിന്നാലെ തന്നെ അവളുടെ അമ്മയും പോയി. അങ്ങുന്നിന്റെ മകനാണ് ഞങ്ങളുടെ ആടിനെ കൊന്നതെന്ന് ഗ്രാമവാസികൾ എല്ലാരും പറയുന്നു. ആ, ഒരു ആക്സിഡന്റായി. അതിന് പകരം നിങ്ങൾക്ക് പുതിയ ആടിനെ തരാം. ആ സമയത്ത് പുനീത് അവിടെ വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തു പറ്റി? എല്ലാരും വിഷമത്തിലാണല്ലോ. അയ്യോ, എന്റെ വണ്ടി ഇടിച്ച ആ ആടിന്റെ ആൾക്കാരാണോ? പുനീത്, നീ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ? എന്നോട് പകരം വീട്ടാനായിട്ട്? അതെ, മനഃപൂർവ്വം തന്നെ ചെയ്തതാ. ആ ആട് എന്നെ, ഈ പുനീതിനെ ഇടിച്ചു. അപ്പൊ ആ ആടിനെ കൊല്ലണ്ടേ? അതുകൊണ്ടാ കൊന്നത്. അപ്പോൾ സ്വാതി ദേഷ്യത്തോടെ പറഞ്ഞു, നീ ചെയ്തതൊട്ടും ശരിയല്ല പുനീത്. ഇതിന് നീ തീർച്ചയായും അനുഭവിക്കും. തീർച്ചയായും ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പരാതി കൊടുക്കാൻ പോവാ. അതുകൊണ്ടൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം എന്റെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചവരാണ്. എന്നാലും നീ ആഗ്രഹിച്ചതല്ലേ, ഒന്ന് പരാതി കൊടുത്തേക്ക്. അവിടെ നിന്ന് സ്വാതിയും അമ്മയും വീട്ടിലേക്ക് മടങ്ങി.
എന്നിട്ട് ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി. ഗ്രാമവാസികളോടൊപ്പം ജമീന്ദാറും പുനിതും വന്നിരുന്നു. അതിലൊരാൾ സ്വാതിയോട് പറഞ്ഞു, എന്ത് പറ്റി? എന്ത് പരാതി കൊടുക്കാനാ നിങ്ങൾ വന്നിരിക്കുന്നത്? അങ്ങനെ ആ ജമീന്ദാറുടെ മകൻ പുനീതില്ലേ, അയാള് മനഃപൂർവ്വം എന്റെ ആടിനെ കൊന്നു. ഞങ്ങൾ അതിനെ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ അതിനെ കൊന്നുകളഞ്ഞു. ഞങ്ങൾക്ക് ഇതിനൊരു ന്യായം വേണം. പുനീത്, ഇവള് പറഞ്ഞത് ശരിയാണോ? അതെ, പക്ഷെ ആ ആട് ആദ്യം ഇടിച്ചത് എന്നെയാ. എന്തുകൊണ്ടാ അതങ്ങനെ ചെയ്തത്? അതും കൂടെ നീ വിശദമായിട്ട് ഇവിടെ പറ. ഞാനെന്തിനാ പറയുന്നത്? ഞാൻ ഈ ഗ്രാമത്തിലുള്ള ജമീന്ദാറിന്റെ മോനാ. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാമമുഖ്യനും ജമീന്ദാറിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ളതുകൊണ്ട് അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ സ്വാതിക്ക് നീതി ലഭിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഗ്രാമമുഖ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് അയാൾ ജമീന്ദാറോട് പറഞ്ഞു, ജമീന്ദാരെ, നിങ്ങളുടെ മോൻ ചെയ്തത് തെറ്റാ. അതുകൊണ്ട് ഈ കൊച്ചിന് ന്യായം കിട്ടേണ്ടത് ആവശ്യമാ. അതുകൊണ്ട് സ്വാതിക്കും അവിടെ അമ്മയ്ക്കൂടെ ഒരു പുതിയ ആടിനെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്ക്. ശരി, നിങ്ങളെല്ലാവരും പറയുന്നതുകൊണ്ട് ഞാനൊരു പുതിയ ആടിനെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. ജമീന്ദാർ ഒരു പുതിയ ആടിനെ വാങ്ങിച്ചുകൊണ്ടുവന്ന് സ്വാതിയെ ഏൽപ്പിച്ചു. ഇനി ഈ ആട് നിന്റേതാ. ഇത് വാങ്ങിച്ചോണ്ട് എവിടെയെങ്കിലും പൊയ്ക്കോ. സ്വാതിയും അമ്മയും ആ ആടിനെ നോക്കി. അതൊരു വയസ്സായ ആടായിരുന്നു. വളരെ മെലിഞ്ഞ് എല്ലും തോലുമായിട്ടുള്ള ഒരാട്. അമ്മേ, ഈ ആടിനെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. ഇത് പാല് തരില്ല. സാരമില്ല സ്വാതി, നമുക്ക് ഈ ആടിനെ നല്ലോണം നോക്കി വളർത്തി വലുതാക്കാം. ആ ആടിനെയും കൂട്ടിക്കൊണ്ട് അവർ വീട്ടിലേക്ക് വന്നു. ആ ആടിനെ അവർ വളരെ നല്ലവണ്ണം പരിപാലിച്ചു വന്നു. ആ ആടിന് കറവയെത്തി എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞ ഉടനെ പാൽ കറക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് സ്വാതി ആ അതിശയം കണ്ടത്. അമ്മേ, ഈ പാലിന്റെ പാത്രത്തിൽ പാലിന് പകരം സ്വർണമാണല്ലോ ഉള്ളത്. അതേ മോളെ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ദ്രാവക രൂപത്തിലായിരുന്ന സ്വർണം കട്ടപിടിച്ചു. അത് കണ്ട രണ്ടുപേർക്കും സന്തോഷമായി. ആ സ്വർണം വിറ്റ് അവർ വീടും കാറും എല്ലാം വാങ്ങിച്ചു. ഈ വിവരം ജമീന്ദാറിന്റെ അടുത്തും എത്തി. അത്യാർത്തി പിടിച്ച അയാൾ സ്വാതിയുടെ വീട്ടിലെത്തി. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? മോളെ സ്വാതി, നീ എവിടെയാ? ഞാൻ തന്ന ആടിനെ എനിക്ക് തിരിച്ചു വേണം. അതിനെ എനിക്ക് വലിയ ഇഷ്ടമാ. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു തന്നേക്കേ. അതിന് പകരമായിട്ട് നിനക്ക് വേറെ ആടിനെ തരാം. അതെയോ? ആ ആട് സ്വർണ്ണപ്പാല് തരുന്ന കാര്യം അറിഞ്ഞ ഉടനെ അതിനെ പിടിച്ചോണ്ടു പോകാൻ വന്നതാണോ? ഇനി മുതൽ അത് ഞങ്ങളുടേതാണ്. ഞാൻ തരില്ല. നീ തന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നിന്റെ അമ്മയ്ക്ക് പ്രായമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടേ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നീയാ. സ്വാതി വല്ലാതെ പേടിച്ചുപോയി. പിന്നെ കരഞ്ഞുകൊണ്ട് അവളുടെ ആടിനെ ജമീന്ദാറിനെ ഏൽപ്പിച്ചു. ജമീന്ദാറും വളരെ സന്തോഷത്തോടുകൂടി ആ ആടിനെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ആ ആട് പാല് കറന്നേയില്ല. ഒരുപക്ഷെ സ്വാതി ഇന്ന് പാല് കറന്നു കാണുമായിരിക്കും. നാളെ നോക്കാം. അടുത്ത ദിവസവും ആ ആട് പാല് കൊടുത്തില്ല. ജമീന്ദാർ ആ ആടിനെ തല്ലാൻ തുടങ്ങി. ദേഷ്യം വന്ന ആട് ജമീന്ദാറിനെ കുത്താൻ നോക്കി. പക്ഷേ ജമീന്ദാർ രക്ഷപ്പെട്ടു. പക്ഷെ അടുത്തു തന്നെ അയാളുടെ മകൻ നിൽപ്പുണ്ടായിരുന്നു. ആട് ശക്തമായി അവനെ കുത്തി. കുത്തേറ്റ് അവൻ മരിച്ചുപോയി. അന്നാണ് ജമീന്ദാറിന് കാര്യം മനസ്സിലായത്. മുൻപൊരിക്കൽ അയാളുടെ മകൻ യാതൊരു കാരണവുമില്ലാതെ ആ ആടിനെ എങ്ങനെ കൊന്നോ അതേപോലെ തന്നെ ഇന്ന് അയാളുടെ അത്യാഗ്രഹം സ്വന്തം മകനെ തന്നെ കൊന്നു. ജമീന്ദാർ ആ ആടിനെയും കൂട്ടിക്കൊണ്ട് സ്വാതിയോട് മാപ്പ് ചോദിക്കാനായി പോയി. ഈ ആടിനെ മോള് വാങ്ങിച്ചോ? ഞാനും എന്റെ മോനും ചെയ്ത തെറ്റായ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ശിക്ഷ അനുഭവിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നീട് അയാൾ ആ ആടിനോട് മാപ്പ് ചോദിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. രാംപൂർ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട കുട്ടി രാജു തന്റെ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ചിരുന്നു. രാജുവിന് കോട്ടിടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവൻ കോട്ടിട്ട് വലിയ പണക്കാരനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ദാരിദ്ര്യം കാരണം അവനത് വാങ്ങിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം രാജു ഇങ്ങനെ ചിന്തിച്ചു. ദിവസവും കുറെ പണം സ്വരുക്കുട്ടി വെച്ചാൽ തനിക്കും ഒരു കോട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ ദിവസവും പണം ചേർത്ത് വെക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഇന്നു മുതൽ ആവശ്യമില്ലാതെ പണം ചിലവാക്കില്ല. വളരെ നല്ല കാര്യമാണ് മോനെ. പക്ഷേ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അമ്മേ, കോട്ട് വാങ്ങിക്കാൻ ഞാൻ തന്നെ പണം ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. അത് കേട്ട അമ്മ കരയാൻ തുടങ്ങി. എന്തു പറ്റി അമ്മേ? അമ്മ എന്തിനാ കരയുന്നത്? നോക്കു മോനെ, ഞാനൊരു നിർഭാഗ്യവതിയാ. എന്റെ ഒരേ ഒരു മോന്റെ ആഗ്രഹം പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. അമ്മേ, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. 2 മാസത്തിനു ശേഷം രാജു താൻ സ്വരുക്കുട്ടി വെച്ച പണം എണ്ണി നോക്കി. പക്ഷേ അത് അത്രയധികം ഉണ്ടായിരുന്നില്ല. ആ പണം കോട്ട് വാങ്ങാൻ മതിയാവില്ല. രാജുവിന് വല്ലാത്ത വിഷമം തോന്നി. അടുത്ത ദിവസം രാജുവിന്റെ പിറന്നാളായിരുന്നു. പക്ഷേ അവൻ ദുഃഖിതനായിരുന്നു. അവൻ തന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയി.
പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. അവൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ വയസ്സായ ഒരു സ്ത്രീ താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അവർ വേദന കൊണ്ട് പുളയുകയായിരുന്നു. മുത്തശ്ശിക്ക് എന്തു പറ്റി? എന്താ ഇവിടെ വീണ് കിടക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് ആരുമില്ല മോനെ. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവന്ന് തരാമോ മോനെ? രാജു നാലുപാടും നോക്കി. കണ്ണെത്തുന്ന ദൂരത്ത് എവിടെയും വെള്ളം കണ്ടില്ല. എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയി. പിന്നീട് അവൻ ഇല കൊണ്ട് കുമ്പിൾ കുത്തി അതിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. മരിക്കാൻ കിടന്ന എനിക്ക് വെള്ളം കൊണ്ടുവന്ന് സഹായിച്ച നിനക്ക് പുണ്യം കിട്ടും. ഇന്നു മുതൽ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിനക്ക് നിറവേറും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുത്തശ്ശി കണ്ണടച്ചു. രാജുവും അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ രാജു ഉണർന്നപ്പോൾ അവന്റെ കിടക്കയിൽ മനോഹരമായ ഒരു കോട്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഇവിടെ ആരെങ്കിലും വന്നോ? ഇവിടെ കോട്ട് മറന്നു വെച്ചിട്ട് പോയല്ലോ. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. രാവിലെ മുതൽ ഇവിടെ ആരും വന്നിട്ടേ ഇല്ലല്ലോ. അപ്പൊ ഈ കോട്ട് എവിടുന്നാ വന്നത്? എന്ന് പറഞ്ഞ ഉടനെ രാജുവിന് ആ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. പിന്നീട് അവൻ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അമ്മയോട് വിശദീകരിച്ചു. രാജുവിന് വലിയ സന്തോഷമായി. എന്നിട്ടവൻ ആ കോട്ടെടുത്ത് ധരിച്ചു. അവന്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവില്ല. പിന്നീട് അവൻ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട ഉടനെ അതിൽ നിന്ന് അവനൊരു സ്വർണ്ണ നാണയം കിട്ടി. അത് കണ്ട രാജുവിന് സന്തോഷം അടക്കാനായില്ല. അച്ഛനമ്മമാരോട് അതിനെക്കുറിച്ച് പറഞ്ഞു. അച്ഛാ, ഇത് കണ്ടോ? എന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്നതാ. അതിങ്ങി തന്നേ, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. അച്ഛാ, ഇത് സ്വർണ്ണ നാണയമാണെന്ന് തോന്നുന്നു. സ്വർണ്ണ നാണയം കണ്ട അച്ഛനും അമ്മയും അതിശയിച്ചുപോയി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ആഹാ, ഇത് സ്വർണ്ണ നാണയമല്ലേ? ഇത് കോട്ടിനുള്ളിൽ എങ്ങനെയാ എത്തിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഇത് നമ്മുടെ മോൻ ചെയ്ത നല്ല കാര്യത്തിന് കിട്ടിയ പ്രതിഫലമാണ്. അടുത്ത ദിവസം രാജുവിന്റെ അച്ഛനമ്മമാർ പുറത്തുപോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ വന്ന ഉടനെ വീണ്ടും രാജു ഒരു സ്വർണ്ണ നാണയമെടുത്ത് അവരെ കാണിച്ചു. ഇത് കണ്ടോ അച്ഛാ? എനിക്ക് വീണ്ടും ഒരു സ്വർണ്ണ നാണയം കോട്ടിൽ നിന്ന് കിട്ടി. പോക്കറ്റിലുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനോട് ചോദിച്ചു, ഇന്നും ഇതെവിടുന്നാ വന്നത്? അമ്മേ, അതെനിക്കറിയില്ല. ഞാൻ കോട്ടിൽ കൈയിട്ട ഉടനെ ഇതെനിക്ക് കിട്ടിയതാണ്. ഇന്നലത്തെ പോലെയാണ് ഇന്നും കിട്ടിയത്. അവന്റെ അച്ഛനമ്മമാർ അതിശയിക്കുകയും അതേസമയം ആശങ്കപ്പെടുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല. ഈ കോട്ടിന്റെ പോക്കറ്റിൽ എങ്ങനെയാണ് സ്വർണ്ണ നാണയം വരുന്നത്? മോനെ, ഒരു പ്രാവശ്യം കൂടി ആ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് സ്വർണ്ണ നാണയം കിട്ടുന്നുണ്ടോന്ന് നോക്കി. രാജു വീണ്ടും കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. എന്നിട്ട് വീണ്ടും ഒരു സ്വർണ്ണ നാണയം പുറത്തെടുത്തു. അച്ഛനമ്മമാർക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നീട് അവർ വീണ്ടും വീണ്ടും രാജുവിനോട് സ്വർണ്ണ നാണയം പുറത്തെടുക്കാൻ പറഞ്ഞു. രാജു വീണ്ടും വീണ്ടും കോട്ടിൽ നിന്നും സ്വർണ്ണ നാണയം പുറത്തെടുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ കോട്ടിൽ നിന്നും പുറത്തെടുത്ത സ്വർണ്ണ നാണയങ്ങളുടെ സഹായത്തോടെ അവർ വലിയ ധനികരായി തീർന്നു. ഇത് കണ്ട ഗ്രാമവാസികൾ എല്ലാവരും അതിശയിച്ചുപോയി. പെട്ടെന്ന് അവരുടെ അടുത്ത് ഇത്രയധികം പണം എങ്ങനെയാണ് വന്നത് എന്നവരാലോചിച്ചു. പിന്നീട് ഗ്രാമവാസികളും തങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് അവരോട് സഹായം ചോദിക്കാനായി ചെന്നു. അവരും തങ്ങളെ തേടിവന്ന എല്ലാവരെയും സഹായിച്ചു. പക്ഷേ ഒരു ദിവസം രാജുവിന്റെ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ കോട്ട് നമ്മുടെ സ്വന്തമാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇതിലുള്ള സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്നത്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി നമുക്ക് ആരെയും സഹായിക്കണ്ട. അവർക്ക് രണ്ടുപേർക്കും അത്യാഗ്രഹമായി. അതിൽ പിന്നെ അവരാരെയും സഹായിക്കാനേ പോയില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. അവരാരെയും സഹായിച്ചതേയില്ല. പൊടുന്നനെ ഒരു ദിവസം ആ കോട്ട് അപ്രത്യക്ഷമായി. രാജു വല്ലാതെ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ തന്റെ അച്ഛനമ്മമാരോട് പറഞ്ഞു, നമ്മുടെ അത്യാഗ്രഹം കാരണമാണ് നമുക്ക് കിട്ടിയ ആ കോട്ട് നഷ്ടപ്പെട്ടത് എന്ന്. അവർ പഴയതുപോലെ വീണ്ടും പാവങ്ങളായി. കുറെ നാളുകൾക്ക് ശേഷം ഒരു പാവപ്പെട്ട വൃദ്ധ രാജുവിന്റെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നു. മോനെ, എന്നെ ഒന്ന് സഹായിക്കാമോ? ദൈവം നിനക്ക് ഒരുപാട് പണം തന്നിട്ടുള്ളതല്ലേ? അതിൽ നിന്ന് കുറച്ച് പണം എനിക്ക് തന്ന് സഹായിക്കാമോ? ഞങ്ങളുടെ അടുത്തിപ്പോ ഒന്നുമില്ല. ഒന്ന് പുറത്തു പോകാമോ? എനിക്ക് ഈ ലോകത്ത് ആരും സഹായത്തിനില്ല മോളെ. എന്റെ പേരക്കുട്ടി അസുഖം പിടിച്ച് കിടപ്പില്ല. ആ വൃദ്ധ അവരോട് സഹായത്തിനായി യാചിക്കുകയായിരുന്നു. അമ്മേ, അവരെ സഹായിക്കമ്മേ. നമ്മൾ എങ്ങനെയാ മോനെ അവരെ സഹായിക്കുക? അതിന് നമ്മുടെ അടുത്തിപ്പോൾ പണം ഇല്ലല്ലോ. നമ്മുടെ അടുത്തുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങളെല്ലാം തീർന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് അവരെ സഹായിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതൊന്നും എനിക്ക് അറിയണ്ട അമ്മേ. എങ്ങനെയെങ്കിലും അവരുടെ പേരക്കുട്ടിയെ രക്ഷിക്കണം.
നമുക്ക് കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണത്തിനുള്ള പണം മാത്രമേ ഇപ്പൊ കയ്യിലുള്ളൂ. ആ പണം നമ്മൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല, അമ്മ ആ പണം ഈ അമ്മൂമ്മയ്ക്ക് നൽകി സഹായിക്ക്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ പട്ടിണിയാകും. അമ്മ ആ പണം കൊടുക്കമ്മേ. രാജു വീണ്ടും പഴയ ആ സ്ഥലത്തേക്ക് പോയി. അന്നൊരു ദിവസം വൃദ്ധ വീണുകിടന്ന ആ സ്ഥലത്തേക്ക്. അവന്റെ അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന് അവൻ അവിടെ ചെന്ന് മാപ്പ് ചോദിച്ചു. എന്നിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം കണ്ടത്. വീണ്ടും ആ കോട്ട് അവന്റെ കിടക്കയിലിരിക്കുന്നു. അതിനടുത്തു തന്നെ ഒരു ദേവതയും നിൽപ്പുണ്ടായിരുന്നു. അവർ അവനെ നോക്കി പറഞ്ഞു, രാജു, നീ ചെയ്ത നല്ല കാര്യത്തിനാണ് നിനക്ക് ഈ കോട്ട് സമ്മാനമായി കിട്ടിയത്. പക്ഷേ നീ അത്യാഗ്രഹം കാണിച്ചപ്പോൾ ഈ കോട്ട് നിന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി നീ എത്ര കാലത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നുവോ അത്രയും കാലം ഈ കോട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമായി പോകും. ഇല്ല ദേവതേ, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി ഞങ്ങൾ എല്ലാവരെയും സഹായിക്കും. ഇത് കണ്ടോ അമ്മേ, വീണ്ടും സ്വർണ്ണ നാണയം കിട്ടി. പിന്നീട് രാജു അച്ഛനമ്മമാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ കോട്ട് നമുക്ക് എങ്ങനെയാ കിട്ടിയതെന്ന്? നമ്മൾ എല്ലാവരെയും സഹായിച്ചപ്പോഴാണ് നമുക്ക് ഈ കോട്ട് ആദ്യം കിട്ടിയത്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയത്. നമ്മൾ അത്യാഗ്രഹം കാണിച്ചപ്പോൾ ഈ കോട്ട് നമ്മളെ വിട്ടു പോവുകയാ ചെയ്തത്. അത്യാഗ്രഹം കാണിക്കാത്തിടത്തോളം കാലം ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. അന്നു മുതൽ അവരാ ഗ്രാമവാസികളെല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. എന്നിട്ടവർ അവിടുത്തെ വലിയ ധനികരായി ജീവിച്ചു. ഇത് രമേഷും സുരേഷും, 2 ജ്യേഷ്ഠാനുജന്മാരുടെ കഥയാണിത്. ഇവർ ചന്ദനൂരിലാണ് താമസം. രമേഷ് എപ്പോഴും എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സുരേഷ് ആകട്ടെ വളരെ ശാന്തനും സൽസ്വഭാവിയുമായിരുന്നു. ദേ നോക്ക് സുരേഷ്, ഞാൻ പടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ ശർമ്മയങ്കളിന്റെ വീടിന്റെ ടെറസിൽ പോയി ഇത് ഇടാം. നല്ല രസമായിരിക്കും. വേണ്ട രമേഷ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാ. അവര് നിന്നെ കൈയും കളവുമായി പിടിക്കും. സുരേഷ് എത്രയോ പറഞ്ഞിട്ടും രമേഷ് അവൻ പറയുന്നതൊന്നും വകവെച്ചതേയില്ല. അവൻ ആ പടക്കം എടുത്തുകൊണ്ടുപോയി ശർമ്മയങ്കളിന്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ വലിച്ചെറിഞ്ഞ ആ പടക്കം പൊട്ടിയതുകൊണ്ട് ശർമ്മയുടെ ദേഹമാസകലം പൊള്ളലേറ്റു. എടോ ശർമ്മേ, തനിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തോ പറയാനാ? നിങ്ങളുടെ രമേശ് ചെയ്ത കാര്യം കൊണ്ടാണ് എന്റെ ശരീരത്തിൽ ഇത്രയും പരിക്കുകൾ പറ്റിയിരിക്കുന്നത്. പക്ഷെ എന്താന്ന് എനിക്കറിയില്ല. ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ എന്നെ എന്തുകൊണ്ടാ വിശ്വസിക്കാത്തെന്ന്? എന്ത്? ഇതൊക്കെ ചെയ്തത് രമേശാണോ? അവനല്ലാതെ വേറെ ആരാ? നിങ്ങൾ എന്താ കരുതിയത്? ലോക്ക്ഡൌണിന്റെ സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തതാന്ന് കരുതിയോ? ഇല്ലെങ്കിൽ ഞാൻ ശരീരത്തിൽ പരിക്ക് പറ്റിയതുപോലെ മേക്കപ്പ് ചെയ്തെന്ന് നിങ്ങൾ കരുതിയോ? എന്നോട് ക്ഷമിക്കണം ശർമ്മ, ഞാൻ ഉടൻ തന്നെ അവനെ വിളിച്ചോണ്ട് വരാം. ഗുപ്ത വളരെ ദേഷ്യത്തോടുകൂടി രമേഷിനോട് സംസാരിക്കാനായി അവന്റെ മുറിയിലേക്ക് പോയി. നീ എന്താ ചെയ്തത്? നീ ശർമ്മയുടെ വീട്ടിൽ പടക്കം എറിഞ്ഞോ? ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തേയില്ല. അപ്പോ ശർമ്മ എന്താ കള്ളം പറയണോ? സുരേഷ്, നീ പറ, രമേശ് ശർമ്മയുടെ വീട്ടിൽ പടക്കം എറിഞ്ഞോ ഇല്ലയോ? രമേഷ് സുരേഷിനോട് നുണ പറയാനായി ആംഗ്യം കാണിച്ചു. പക്ഷേ സുരേഷ് അച്ഛനോട് ഒരിക്കലും നുണ പറയാറേയില്ല. അതെ അച്ഛാ, അത് രമേഷ് തന്നെയാണ് ചെയ്തത്. സുരേഷ്, നിന്റെ കുസൃതി ദിവസം കൂടിക്കൊണ്ടേ പോവുക. നീ ഇങ്ങനൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാ. നീ സ്കൂളിൽ പോകുന്നത് വരെ നിന്റെ മുറിയിൽ നിന്ന് നീ പുറത്തോട്ട് വരാൻ പാടില്ല. ഞാൻ നിന്റെ മുറിയിലുള്ള കേബിളും വൈഫൈ എല്ലാം നിർത്താൻ പോവുക. ഗുപ്ത മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ രമേഷ് സുരേഷിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. നീ എന്തിനാ എല്ലാം അച്ഛനോട് വിളിച്ചു പറഞ്ഞത്? ഒരു ചെറിയ നുണ പറയാൻ നീ എന്തിനാ ഇത്ര പേടിക്കുന്നത്? നുണ പറയുന്നത് വലിയ തെറ്റാ. നീ ഇത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അയ്യോ, നിന്റെ ഈ അധിക പ്രസംഗം ഒന്ന് നിർത്തുന്നുണ്ടോ? നമുക്ക് ടിവിയും വൈഫൈയും ഇല്ലെങ്കിൽ വേറെ എന്താ ഒരു നേരം പോക്കുള്ളത്? അപ്പോഴാണ് രമേഷ് അവന്റെ ബെഡിന് താഴെ ഒരു പഴയ പെട്ടിയിരിക്കുന്നത് കണ്ടത്. അല്ല, അച്ഛന്റെ ഈ പഴയ പെട്ടി എപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? രമേഷ് ആ പെട്ടി പുറത്തേക്കെടുത്തു. പിന്നീടത് ചുറ്റിക ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചു. അരുത് രമേഷ്, നമ്മളിത് പൊട്ടിക്കാൻ പാടില്ല. അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞാ അച്ഛന് ദേഷ്യം വരും. നമ്മളിത് അടിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ ഇതിനുള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയും? പറഞ്ഞേ, ആർക്കറിയാം? ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നിധി കിട്ടിയാലോ? ഇങ്ങനെ പറഞ്ഞിട്ട് രമേഷ് ആ പഴയ പെട്ടിയുടെ പൂട്ട് അടിച്ചു പൊട്ടിച്ച് പെട്ടി തുറന്നു. പക്ഷേ ആ പെട്ടിക്കുള്ളിൽ ഒരു ലൂഡോ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
ഇത് കണ്ടില്ലേ, ഇതിൽ നിധിയൊന്നുമില്ല, ഒരു പഴയ ലൂഡോ ഗെയിം മാത്രമാ ഉള്ളത്. അതെ അതെ, ശരി വാ, ഇനി പ്രശ്നമൊന്നുമില്ല, നിനക്ക് കളിക്കാൻ ഇത് കിട്ടിയല്ലോ. അങ്ങനെ രമേഷും സുരേഷും കൂടി ഈ ലൂഡോ ഗെയിം കളിക്കാൻ വേണ്ടി അതിനു മുൻപിൽ ചമ്രം പടിഞ്ഞിരുന്നു. ആ സമയത്ത് അതിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഈ മാന്ത്രിക ലൂഡോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാന്ത്രിക ലൂഡോയോ? നീ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രിക ലൂഡോയാണ്. ഇതിൽ കളിച്ച് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും കിട്ടും. ഓ അങ്ങനെയാണോ? ഇത് കൊള്ളാമല്ലോ. പക്ഷേ ഞങ്ങൾക്കിത് കളിക്കാൻ ഞങ്ങളുടെ കൈവശം ഡൈസ് ഇല്ലല്ലോ. അതില്ലാതെ ഞങ്ങളുടെ ടോക്കൻസ് എങ്ങനെയാ മുന്നിലേക്ക് ചെല്ലുക? ഇതാണ് ഈ മന്ത്ര ലൂഡോയുടെ പ്രത്യേകത. ഈ ലൂഡോയ്ക്ക് ഡയസ് ആവശ്യമില്ല. നിങ്ങൾ ഒരു നല്ല കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി പറയണം. അതിനാവശ്യമുള്ള ടോക്കൺ നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കും. അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നിനക്കിതിൽ ഏത് ടോക്കണാ വേണ്ടത് രമേശ്? ചുവപ്പാണ് എന്റെ ലക്കി കളർ. ഞാൻ ചുവന്ന നിറം എടുത്തോളാം. ശരി, ഞാൻ മഞ്ഞ നിറത്തിലുള്ള ടോക്കൺ എടുത്തോളാം. ടോക്കൺ മുന്നിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുക. ആദ്യം ഞാൻ പറയാം. ഞാൻ എപ്പോഴും മുതിർന്നവര് പറയുന്നത് അനുസരിക്കാറുണ്ട്. സുരേഷ് ഇങ്ങനെ പറഞ്ഞ ഉടനെ അവന്റെ ടോക്കൺ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവന്റെ മുൻപിൽ ഒരു മനോഹരമായ സൈക്കിൾ വന്നു. ഓ കൊള്ളാമല്ലോ. എനിക്ക് കുറെ നാളായിട്ടൊരു സൈക്കിൾ വേണമെന്നുണ്ടായിരുന്നു. താങ്ക് യു മാന്ത്രിക ലൂഡോ. തുടങ്ങൂ രമേശ്, ഇത് നിന്റെ സമയമാണ്. അയ്യോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരുപക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ ഈ ടോക്കൺ മുന്നോട്ട് നീങ്ങില്ലല്ലോ. പിന്നെ എനിക്ക് ഒരു സമ്മാനവും കിട്ടില്ല. അപ്പോൾ രമേശിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരാശയം ഉദിച്ചു. ഞാൻ നല്ലത് ചെയ്തതായിട്ട് ഒരു നുണ പറയാൻ പോവുക. ഈ ലൂഡോ ഗെയിമിന് നുണ പറഞ്ഞാൽ മനസ്സിലാവുകയൊന്നുമില്ല. ശരി, ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കും. സുരേഷ് ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവന്റെ ഒരു ടോക്കൺ ഗെയിമിൽ നിന്നും അപ്രത്യക്ഷമായി. കൂടാതെ അവന്റെ തലയിൽ 2 കൊമ്പും മുളച്ചു. അയ്യോ, എന്റെ തലയിൽ എന്താ സംഭവിച്ചത്? എനിക്കിങ്ങനെ ആകാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇത് മന്ത്ര ലൂഡോയാണ്. ഇതിന്റെ മുന്നിൽ നീ കള്ളം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ ഒരു ടോക്കൺ മറഞ്ഞുപോയി. നിനക്ക് ഈ ശിക്ഷയും കിട്ടിയിരിക്കുന്നു. സുരേഷ്, ഇനി നീ പറയൂ. ഞാൻ എപ്പോഴും എന്റെ ഹോംവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കാറുണ്ട്. സുരേഷ് ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവന്റെ ടോക്കൺ മുന്നോട്ട് നീങ്ങി. ഉടൻ തന്നെ അവന്റെ മുന്നിൽ ഒരു വീഡിയോ ഗെയിം വന്നു. മാന്ത്രിക ലൂഡോ വീണ്ടും രമേശിനോട് അവൻ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ അവന് പറയാൻ ഒന്നുമില്ലായിരുന്നു. വീണ്ടും അവന്റെ മറ്റൊരു ടോക്കൺ മറഞ്ഞുപോയി. അപ്പോഴാണ് അവനൊരു വാല് മുളച്ചത്. സുരേഷ് എപ്പോഴും വളരെ അച്ചടക്കമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് അവൻ ഗെയിമിൽ വീണ്ടും വീണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, അവന് പുതിയ പല സമ്മാനങ്ങളും കിട്ടിക്കൊണ്ടേയിരുന്നു. മറുവശത്ത് രമേശ് ആണെങ്കിലോ അവന് കിട്ടിയ ശിക്ഷകൾ കാരണം അവനെ കാണാൻ ഒരു രാക്ഷസനെ പോലെ ആയിത്തീർന്നു. ഒടുവിൽ അവന്റെ ഒരു ടോക്കൺ ഒഴികെ ബാക്കി എല്ലാ ടോക്കണുകളും അപ്രത്യക്ഷമായി. കണ്ടില്ലേ രമേശ്, നിന്റെ ഈ ദുശീലങ്ങൾ കാരണം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് കണ്ടോ? ഞാൻ അന്ന് തന്നെ നിന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ പറയുന്നതൊന്നും നീ അനുസരിച്ചില്ല. അതെ സുരേഷ്, നീ എപ്പോഴും എന്നെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ തെറ്റുകൾക്കെല്ലാം തക്ക ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യുകയില്ല കേട്ടോ. രമേശ് ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവന്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു ടോക്കൺ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പിന്നീട് അവന്റെ തലയിലുണ്ടായിരുന്ന കൊമ്പും അപ്രത്യക്ഷമായി. ആഹാ, എന്റെ കൊമ്പെങ്ങനെയാ അപ്രത്യക്ഷമായത്? രമേശ്, ഇനി നീ ഒരിക്കലും ഇത്തരം തെറ്റുകൾ ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് സുരേഷിനൊരാശയം തോന്നി. രമേശ്, ഇതുവരെ നീ ചെയ്ത തെറ്റുകളെ കുറിച്ചെല്ലാം ഇപ്പോൾ തന്നെ നീ ഇവിടെ പറയണം. എന്നിട്ട് അവയ്ക്കെല്ലാം നീ മാപ്പ് ചോദിക്കണം. തീർച്ചയായും. രമേശ് ആ മാന്ത്രിക ലൂഡോയ്ക്ക് മുൻപാകെ അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിച്ചു. അങ്ങനെ കുറേശ്ശെയായി അവന്റെ ടോക്കൺ ഗെയിമിൽ മുൻപോട്ട് നീങ്ങാൻ ആരംഭിച്ചു. കൂടാതെ അവന്റെ ശരീരപ്രകൃതവും പൂർവ്വസ്ഥിതിയിലേക്ക് മാറാൻ തുടങ്ങി. ലൂഡോയിൽ അവന്റെ ടോക്കൺ മുൻപോട്ട് നീങ്ങുന്തോറും അവന്റെ ശരീരപ്രകൃതവും പഴയതുപോലെ മാറാൻ തുടങ്ങി. ദേ കണ്ടോ, ഞാൻ പഴയതുപോലെ തന്നെ മാറി. ശരിയാണ്, പക്ഷെ നീ പഴയതുപോലെ നിന്റെ വികൃതികളൊക്കെ വീണ്ടും തുടങ്ങരുത്. നീ ഇപ്പോൾ ഒരു മിടുക്കനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമ്മാനങ്ങളെല്ലാം നീ തന്നെ എടുത്തോ. വേണ്ട വേണ്ട, ഞാൻ മിടുക്കനായതുകൊണ്ട് എനിക്കും ഇതൊക്കെ ഇനി കിട്ടുമല്ലോ. വളരെ സന്തോഷം.
അതിനുശേഷം രമേശും സുരേഷിനെ പോലെ ഒരു മിടുക്കനായി മാറി. പിന്നീട് അവൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുതിർന്നവർ പറയുന്നത് അനുസരിക്കും, കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോഴവൻ പഠിത്തത്തിലും മിടുക്കനായിരിക്കുന്നു. മാന്ത്രിക ലൂഡോ എപ്പോഴും നിങ്ങളുടെ കൈവശവുമുണ്ട്.